എറണാകുളം ജില്ലയിലെ ആശുപത്രികളിൽ വർദ്ധിച്ചു വരുന്ന ചികിത്സാ പിഴവിനെതിരെ ജനനീതി സംരക്ഷണ വേദി JSV ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എറണാകുളം DMO ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തി. പ്രതിഷേധ സമരം ഹൈബീഡൻ MP ഉദ്ഘാടനം ചെയ്തു. ദുരിതങ്ങളും പ്രയാസങ്ങളും മെഡിക്കൽ കോളേജുകളിൽ നിന്ന്, സർക്കാർ ആശുപത്രികളിൽ നിന്ന് അവരുടെ അനാസ്ഥ മൂലം, കെടുകാര്യസ്ഥത മൂലം നേരിടേണ്ടി വന്ന ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞ, ഏറ്റവും വേണ്ടപ്പെട്ട കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ട ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. ഇവരെല്ലാം നിരന്തരമായി നീതിന്യായ വ്യവസ്ഥിതിയിലും നിയമവ്യവസ്ഥയിലൂടെ സഞ്ചരിച്ച, ഒരുപക്ഷെ കാട്ടുനീതി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ കോവിഡ് കാലഘട്ടത്തിലെല്ലാം ദുരിതപൂർണമായ സാഹചര്യത്തിലൂടെ കടന്നുപോയ, ഒരുപക്ഷെ കോവിഡിന് കീഴടങ്ങി മരണപ്പെട്ട ആളുകൾ അവരുടെ സ്വർണ്ണാഭരണങ്ങൾ പോലും അഴിച്ചെടുത്ത, കാട്ടുനീതി നടപ്പാക്കിയ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ഒരു കടുത്ത പ്രതിഷേധം കൂടിയാണ് ഈ പ്ലാറ്റ്ഫോം. ഇന്ന് എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ മുമ്പിൽ നമ്മൾ ഈ സമരവുമായി കടന്നു വരുമ്പോൾ, ഈ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ചികിത്സാ ചെലവ് നേരിടാൻ പറ്റാത്ത ഒരു സാധാരണക്കാരൻ ഇന്നും ആശ്രയിക്കുന്നത് നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജുകളെ, ജനറൽ ആശുപത്രികളെ, പ്രാഥമിക കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു കുടുംബത്തിലെ 3 കുട്ടികൾ മരണപ്പെട്ടതിന് ശേഷം 4ാമത് കുട്ടിയുടെ ചികിത്സയ്ക്ക് കൂടി ഒരു സർക്കാർ മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ച ഒരു കുടുംബം കേരളത്തിലുണ്ടെങ്കിൽ അതവരുടെ ഗതികേടാണ് എന്നാണ് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം അവർക്കറിയാം, ചികിത്സാ പിഴവ് കൊണ്ടാണ് ഈ കുട്ടികൾ ഒരു കുടുംബത്തിൽ നിന്നുള്ളത് മരിച്ചത് എങ്കിലും വീണ്ടും വീണ്ടും ആ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത്, സർക്കാർ കേന്ദ്രങ്ങളെ ആശ്രയിക്കുന്നത് അവർക്ക് സ്വകാര്യ മേഖലയിൽ ഇന്ന് അഫോർഡബിൾ ആയിട്ടുള്ള ചികിത്സ ഇല്ലാത്തത് കൊണ്ടാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അടക്കമുള്ള ആളുകൾ, സദാക്കത്ത് അടക്കമുള്ള ഈ നീതിന്യായ വ്യവസ്ഥിതിക്കെതിരെ കടുത്തമായ പ്രതിഷേധം നേരിടുന്ന ആളുകൾ ഇവിടെയുണ്ട്. എറണാകുളത്തും തിരുവനന്തപുരത്തും കോഴിക്കോടും അടക്കം സ്വകാര്യ ആശുപത്രികൾ ഇന്ന് ഒരു അമേരിക്കൻ കമ്പനി ഏറ്റെടുത്തിരിക്കുക. പ്രശസ്തമായ ആശുപത്രികളെല്ലാം